ഹരി ഓം. 41-ാമത്തെ സ്തുതി അതിഥിയുടെ ഭഗവസ്തുതി. ഇത് ഭാഗവതത്തിൽ അഷ്ടമസ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെ ശ്ലോകം. ഭർത്താവായ കശ്യപ മഹർഷി പറഞ്ഞുകൊടുത്തത് കേട്ട് ദേവമാതാവായ അതിഥി 12 ദിവസവും കൃത്യമായി പയോവ്രതം ആചരിച്ചു. ഏകാഗ്രബുദ്ധിയോടെ സർവാത്മാവായ മഹാപുരുഷനായ ഈശ്വരനെ ധ്യാനിച്ചു. ഭഗവാൻ വേഗത്തിൽ ചതുർബാഹുവായി ചക്രായുധങ്ങളുടെ സന്തോഷവാനായി അതിഥിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദേവനെ മുൻപിൽ കണ്ട് അവൾ എഴുന്നേറ്റ് നമസ്കാരം ചെയ്തു. പിന്നെ രോമാഞ്ചത്തോടെ വിറച്ച് ആനന്ദബാഷ്പം പൊഴിച്ച് ഒന്നും മിണ്ടാനാകാതെ കുറേ നേരം നിന്നു. ശ്രദ്ധയോടെ കുറച്ചുനേരം ഭഗവാനെ നോക്കി നിന്നിട്ട് പിന്നെ ഗദ്ഗദവാക്യങ്ങളാൽ സ്തുതിച്ചു. സ്തുതി കേൾക്കാം. അതിതിരുവാച യജ്ഞേശയജ്ഞപുരുഷാച്യുത തീർത്ഥപാദ തീർത്ഥശ്രവശ്രവണമംഗളനാമധേയ ആപന്നലോകവൃജിനോപശമോദയാദ്യ ശംനകൃധീശ ഭഗവന്നസി ദീനനാഥ വിശ്വായ വിശ്വഭവനസ്ഥിതി സംയമായ സ്വൈരംഗൃഹീത പുരുശക്തിഗുണായ ഭൂമ്നി സ്വസ്ഥായ ശശ്വതുപബ്രംഹിത പൂർണ്ണബോധവ്യാപാദിതാത്മതമസേ ഹരേ നമസ്തേ. ആയുഃപരം വപുരഭീഷ്ടമതുല്യലക്ഷ്മീർ ദ്യോഭൂരസാ സകലയോഗഗുണാസ്ത്രിവർഗഃ ജ്ഞാനം ച കേവലമനന്തഭവന്തി തുഷ്ടാത് ത്വത്തോ വൃണാം കിമു സപത്നജയാതിരാശീഃ. യജ്ഞേശ യജ്ഞപുരുഷ അച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണമംഗളനാമധേയ ശരണാഗതരുടെ സർവക്ലേശങ്ങളും നശിപ്പിക്കുന്നവനെ, അവിടുന്ന് ഞങ്ങൾക്ക് മംഗളം നൽകിയാലും അങ്ങ് ദീനന്മാരുടെ നാഥനാണല്ലോ. വിശ്വസ്വരൂപനും വിശ്വത്തിൻ്റെ സൃഷ്ടി സംഹാരാർത്ഥം സ്വേച്ഛയാ ഗുണത്രയങ്ങൾ സ്വീകരിച്ചവനും അപരിച്ഛിന്നനും നിരന്തരം പ്രകാശിക്കുന്ന പൂർണ്ണജ്ഞാനത്താൽ തമസിനെ നിരസിച്ചവനും ആത്മാരാമനും സർവക്ലേശനാശകനുമായ അങ്ങയ്ക്ക് നമസ്കാരം. അനന്ത പരമമായ ആയുസ്സും അനുപമമായ സമ്പത്തും അഭീഷ്ടമായ ശരീരവും സ്വർഗം, ഭൂമി, രസാതലാദി ലോകങ്ങൾ, അണിമാതിസിദ്ധികൾ, ധർമാർത്ഥ കാമങ്ങൾ, ആത്മതത്വജ്ഞാനം എന്നിവയെല്ലാം ജീവികൾക്ക് പ്രസന്നനായ അങ്ങയിൽ നിന്ന് സിദ്ധിക്കുന്നു. അപ്പോൾ ശത്രുജയം മുതലായവ ലഭിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? സ്തുതിയിൽ പ്രീതനായി ദേവൻ പറഞ്ഞു, ദേവമാതാവേ, നിന്റെ മക്കളെ ശത്രുക്കൾ സ്വർഗത്തിൽ നിന്ന് ഓടിച്ചതിനാൽ നീ ദുഃഖിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. നിന്റെ മക്കൾ ശത്രുക്കളെ ജയിച്ച് സുഖമായി കഴിയുന്നത് കാണാൻ ഞാനും ആശിക്കുന്നു. പക്ഷേ ഇപ്പോൾ അത് സാധിക്കുകയില്ല. ദൈത്യർ ഇപ്പോൾ ശക്തരായ ദ്വിജന്മാരുടെ രക്ഷയിലാണ്. നിന്റെ പയോവ്രതത്താൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനാൽ ഞാൻ നിന്റെ പുത്രനായി ജനിച്ച ശേഷം നിന്റെ പുത്രന്മാരെ രക്ഷിക്കാം. ഞാൻ നിന്റെ ഭർത്താവിൽ വസിക്കുന്നു എന്ന് സങ്കൽപ്പിച്ച് ഭക്തിപൂർവം അദ്ദേഹത്തെ സമീപിക്കുക. ഞാൻ പറഞ്ഞ ഈ കാര്യം ആരോടും പറയുകയും അരുത്. ഇങ്ങനെ പറഞ്ഞ് വിഷ്ണു ഭഗവാൻ അവിടെ തന്നെ അപ്രത്യക്ഷനായി. ഹരി തൻ്റെ പുത്രനായി ജനിക്കുമെന്ന സന്തോഷത്താൽ അതിഥി ഭക്തിപൂർവം ഭർത്തൃസമീപം ചെന്നു. അവൾ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഹരിയുടെ അംശം തന്നിൽ പ്രവേശിച്ചു എന്ന് കശ്യപൻ അറിഞ്ഞു. ഉഗ്ര തപസ്സുമൂലം ആ മുനി സംഭരിച്ച വീര്യത്തെ അദ്ദേഹം അതിഥിയിൽ ആധാനം ചെയ്തു. അതിഥിയുടെ ഗർഭത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്നറിഞ്ഞ് ബ്രഹ്മാവ് മഹാവിഷ്ണുവെ സ്തുതിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.